ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. സോ നമ്മൾ SSDയുടെ 2022 നടന്നിട്ടുള്ള KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ മൊഡ്യൂൾ 1 നമ്മൾ ആൾറെഡി കംപ്ലീറ്റ് ചെയ്തു. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2-ൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ കോഴ്സിൻ്റെ കോഡ് ECT201 ആണ്. സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് S3 ECയുടെ സബ്ജക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻ സൊല്യൂഷൻ നോക്കുന്നതിന് മുമ്പായിട്ട് മൊഡ്യൂൾ 2ന്റെ സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. KTUവിന്റെ സിലബസ്. സോ മൊഡ്യൂൾ 2ൽ വരുന്നത് കാരിയർ ട്രാൻസ്പോർട്ട് ഇൻ സെമി കണ്ടക്ടർ. അതായത് നമ്മൾ എങ്ങനെയാണ് മെയിനായിട്ട് സെമി കണ്ടക്ടേഴ്സിൽ കാരിയേഴ്സ് ഇലക്ട്രോൺസും ഹോൾസും മൂവ് ചെയ്യുന്നതെന്നുള്ള കേസാണ്. അതായത് ഡ്രിഫ്റ്റ് ഡിഫ്യൂഷൻ കേസാണ് വരുന്നത്. സോ ഡ്രിഫ്റ്റ്, ദെൻ കണ്ടക്ടിവിറ്റി ആൻഡ് മൊബിലിറ്റി, കണ്ടക്ടിവിറ്റിയും അതുപോലെ തന്നെ മൊബിലിറ്റി, then variation of mobility with temperature and doping. സോ കുറച്ച് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മൊബിലിറ്റി. ദെൻ ഹാൾ എഫക്റ്റ് വരുന്നുണ്ട്. ദെൻ 2-3 ടേം, ഹാൾ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ദെൻ ഡിഫ്യൂഷൻ വരുന്നുണ്ട്, ഐൻസ്റ്റീൻസ് റിലേഷൻ, പോയ്സോൺ ഇക്വേഷൻ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ, കറന്റ് ഫ്ലോ ഇക്വേഷൻ. അതായത് ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടുമാണ്. സോ അതിൽ ഡിഫ്യൂഷൻ ലെങ്ത്, ദെൻ ഗ്രേഡിയന്റ് ഓഫ് കോസി ഫെർമി ലെവൽ. സോ ഇത്രയും ടോപ്പിക്കാണ് നമ്മുടെ മൊഡ്യൂൾ 2-ൽ വരുന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. സോ മൊഡ്യൂൾ 2-ന്ന് പാർട്ട് എ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. 2 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എ എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ മൂവ്മെന്റ് ഓഫ് കാരിയേഴ്സ് ഇൻ സെമി കണ്ടക്ടർ. അതായത് ഡ്രിഫ്റ്റ് മൂവ്മെന്റും അതുപോലെ തന്നെ ഡിഫ്യൂഷൻ മൂവ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണ് മൊഡ്യൂൾ 2-ൽ നിന്ന് പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് എയിലുള്ളത്, ഡിഫറൻഷിയേറ്റ് ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ. ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും തമ്മിൽ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഒരു സെമി കണ്ടക്ടറിൽ ചാർജ് കാരിയർ മൂവ് ചെയ്താലാണ് അവിടെ എന്തുണ്ടാവുക, കറന്റ് ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, സോ ചാർജ് കാരിയർ ഒന്നുകിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൊണ്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം. സോ ഈ ചാർജ് കാരിയറിന്റെ മൂവ്മെന്റ് ആണ് ബേസിക്കലി കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ചാർജ് കാരിയറിന്റെ മൂവ്മെന്റ് ആണ്. ചാർജ് കാരിയർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ഇലക്ട്രോണും ഹോൾസും ആണ് നമ്മുടെ ചാർജ് കാരിയർ. അപ്പൊ ഇതിന്റെ മൂവ്മെന്റ് മെയിൻ ആയിട്ട് 2 രീതിയിലാണുള്ളത്. ഒന്ന് ഡ്രിഫ്റ്റ് മൂവ്മെന്റും സെക്കൻഡ് വൺ ഡിഫ്യൂഷൻ മൂവ്മെന്റും. അപ്പൊ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ചാർജ് കാരിയർ ഇലക്ട്രോണും ഹോളും മൂവ് ചെയ്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡ്രിഫ്റ്റ് കറണ്ട് എന്നും, ആ ഒരു മൂവ്മെന്റ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഡ്രിഫ്റ്റ്. ഡ്രിഫ്റ്റ് മീൻസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് ഡ്രിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. ഇനി ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നോർമലി ഡിഫ്യൂഷൻ പ്രോസസ് എപ്പോഴാണ് നടക്കുക, ഒരു സ്ഥലത്ത് കോൺസെൻട്രേഷൻ കൂടുതലും ഒരു സ്ഥലത്ത് കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ കൂടുതലുള്ള ഭാഗത്തുനിന്ന് കുറവുള്ള ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചിട്ട് ചാർജ് കാരിയർ മൂവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ഡിഫ്യൂഷൻ എന്ന് പറയുക. സോ ഡിഫ്യൂഷൻ മീൻസ് ദ ഫ്ലോ കോസ്ഡ് ബൈ വേരിയേഷൻ ഇൻ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരുമ്പോഴാണ് ഇത് നടക്കുക, ഡിഫ്യൂഷൻ നടക്കുക. സോ ജസ്റ്റ് നമുക്ക് ഒന്നും കൂടെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും. സോ ഫസ്റ്റ് കേസിൽ ഞാൻ ഡിഫ്യൂഷൻ ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് കേസിൽ ഡിഫ്യൂഷൻ. സോ നമ്മുടെ അടുത്തൊരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്, ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് ജോയിൻ ചെയ്ത് വെക്കുകയാണ്. സോ നമുക്കറിയാം പിയിൽ കൂടുതൽ ഏതാ, ഹോൾസ് ആണ് കൂടുതൽ, എന്നിൽ കൂടുതൽ ഏതാ, മെജോറിറ്റി ഏതാ, ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിയിലും എന്നിലും ഒരിക്കലും ഹോൾ കോൺസെൻട്രേഷനോ ഇലക്ട്രോൺ കോൺസെൻട്രേഷനോ ഒരുപോലെയല്ല. പിയില് ഹോൾ കോൺസെൻട്രേഷൻ കൂടുതലും എന്നിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കൂടുതലുമാണ്. ഓക്കെ, സോ പിയിൽ നിന്ന് എന്നിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. പിയിൽ നിന്ന് എന്നിലേക്ക് ഏത് മൂവ് ചെയ്യും, ഹോൾസ് മൂവ് ചെയ്യും. പിയിൽ നിന്ന് എന്നിലേക്ക് ഹോൾസ് മൂവ് ചെയ്യും. ഇവിടെ ഹോൾസ് കൂടുതലാണ്, ഇവിടെ ഹോൾസ് കുറവാണ്. കൂടുതലുള്ള ഭാഗത്തുനിന്ന് ഹോൾസ് കുറവുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൂടുതലുള്ള ഭാഗത്തുനിന്ന് ഇലക്ട്രോൺസ് കുറവുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എന്നിൽ നിന്ന് പിയിലേക്ക് ആര് മൂവ് ചെയ്യും, ഇലക്ട്രോൺ മൂവ് ചെയ്യും.
അപ്പൊ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്ക് കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരുമ്പോഴുള്ള മൂവ്മെന്റ് ആണ്. സോ ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ. അപ്പൊ കറണ്ട് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിന് എന്ത് പറയും? ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയും. അതാണ് ഫസ്റ്റ് കേസ്. സോ ദിസ് ഈസ് കേസ് ഓഫ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ ആണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. നമുക്കൊരു സെമി കണ്ടക്ടർ ഉണ്ട് മൊത്തത്തില്. അപ്പൊ ഇതില് ഈ ബ്ലാക്ക് ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇലക്ട്രോൺസ് ആണ്. ഇതാണ് നമ്മുടെ ഇലക്ട്രോൺസ്, ഇതാണ് നമ്മുടെ ഹോൾസ്. ബാക്ക് എൻഡ് ആയിട്ടുള്ളത് നമ്മളെ ഹോൾസ് ഉണ്ട്. അപ്പൊ ഇതിന് അക്രോസ് ഞാനൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാണ്. സോ ഇവിടെ ഞാൻ പ്ലസും ഇവിടെ ഞാൻ മൈനസും അപ്ലൈ ചെയ്തു, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അപ്പോൾ പ്ലസ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ആര് അട്രാക്റ്റ് ആവും? ഇലക്ട്രോൺസ് അട്രാക്റ്റ് ആവും. സോ ഇലക്ട്രോൺസ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? ഇലക്ട്രോൺസ് ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങോട്ട് അട്രാക്റ്റ് ആയി വരികയാണ് ചെയ്യുക, ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ പ്ലസ്സിൽ നിന്ന് ഹോൾസ് റിപ്പൽ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഹോൾസ് എങ്ങോട്ട് അട്രാക്റ്റ് ആവും? ഈ നമ്മുടെ ഈ നെഗറ്റീവിലേക്ക് അട്രാക്റ്റ് ആവും. എന്ന് പറഞ്ഞാൽ ഹോൾസ് എങ്ങോട്ടാ മൂവ് ചെയ്യുക? ഈ ഒരു ഡയറക്ഷനിലാണ് ഹോൾസ് മൂവ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിലാണ് ഇലക്ട്രോണും ഹോൾസും. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഏത് മൂവ് ചെയ്യും? ഹോള് മൂവ് ചെയ്യും. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ ഒരു വോൾട്ടേജിന്റെ ഇൻഫ്ലുവൻസിലാണ് ചാർജ് കാരിയർ മൂവ് ചെയ്യുന്നത്. സോ ദാറ്റ് മൂവ്മെന്റ് ഈസ് ഡ്രിഫ്റ്റ് മൂവ്മെന്റ് ആൻഡ് ദ കറണ്ട് ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് കറണ്ട്. സോ ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. ഇപ്പൊ ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും വ്യത്യാസം ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ അത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യും ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറൈവ് ദി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ്. നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. 3 മാർക്കേ ഉള്ളൂ. സോ ജസ്റ്റ് ഫിഗർ വരച്ച് ഡയറക്റ്റ് ഡെറിവേഷനിലേക്ക് പോയാൽ മതി. സോ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. സോ നമ്മളൊരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുത്തു. സോ വി ഹാവ് ദ സെമി കണ്ടക്ടർ ബാർ, സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുത്തു. അതിൽ ചെറിയൊരു പോർഷൻ, നമ്മൾ ചെറിയൊരു പീസ് എടുത്തു. സോ ഈ ഒരു പോയിന്റ് എക്സും ഇവിടെ എന്താണ്? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് ഡെൻസിറ്റി ജെ പി ഓഫ് എക്സ് ആണ്. ഈ ഒരു പീസിലേക്ക് എൻ്റർ ചെയ്യുന്ന ഡെൽറ്റ എക്സ് ലെങ്ത് ഉള്ള ഒരു പീസിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ട് ഡെൻസിറ്റി ജെ പി ഓഫ് എക്സ് ആണ്. അതൊന്ന് ലീവ് ചെയ്യുന്നത് ജെ പി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ, സോ കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്, ലീവ് ചെയ്യുന്നുണ്ട്. സോ വോളിയം എന്താണ്? ഡെൽറ്റ ഇൻറ്റു എ ആണ്. എ ഏരിയ, ചെറിയ ഒരു പീസാണ് ഡെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെൽ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എൻ്റർ ചെയ്യുന്ന ഇതും അതൊന്ന് ലീവ് ചെയ്യണതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലൊക്കെ എന്ത് നടക്കാം? റീകോമ്പിനേഷന് കാര്യങ്ങളൊക്കെ നടക്കാം. ഇതിൽ എൻ്റർ ചെയ്യുന്ന അത്രയും ഹോൾസ് ലീവ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ റേറ്റ് ഓഫ് ഹോൾ ബിൽഡപ്പ്, നമ്മളിവിടെ ഹോൾസിന്റെ കേസ്, നമ്മളൊരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് എടുത്തേക്കുന്നത്, ഹോൾസിന്റെ കേസാണ് എടുത്തേക്കുന്നത്. സോ റേറ്റ് ഓഫ് ഹോൾ ബിൽഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ പി ബൈ ഡോ ടി. നമ്മൾ ഏത് റീജിയൻ എടുത്തേക്കുന്നത്? എക്സ് ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, ഈ ഒരു റീജിയൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഡോ പി ബൈ ഡോ ടി ഏത് റീജിയനിലാണ്? എക്സ് ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഹോൾ ബിൽഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഓഫ് ഹോൾ കോൺസെൻട്രേഷൻ ഇൻ ഡെൽറ്റ എക്സ് എ പെർ യൂണിറ്റ് ടൈം മൈനസ് റീകോമ്പിനേഷൻ റേറ്റ്. അതായത് ഇതിന്റെ ഉള്ളിൽ കുറച്ച് റീകോമ്പിനേഷൻ നടക്കും. ആ റീകോമ്പിനേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് എങ്ങോട്ട് വരിക? പുറത്തേക്ക് ഔട്ട്വേർഡ് ആയിട്ട് വരിക. സോ ആ റീകോമ്പിനേഷൻ റേറ്റ് നമുക്ക് ഇതൊന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ ഇൻക്രീസ് ഓഫ് ഹോൾ കോൺസെൻട്രേഷൻ ഇൻ ഡെൽറ്റ എക്സ് ഇൻറ്റു എ പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/q. പിന്നെ ഈ ഒരു കറണ്ട് ഡെൻസിറ്റിയുടെ ഡിഫറൻസ് ജെ പി ഓഫ് എക്സ് ആണ് എൻട്രിങ്, മൈനസ് ലീവിങ് എന്താണ്? ജെ പി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ ഇതിന്റെ ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്? ഡെൽറ്റ എക്സ്. ഓക്കെ, മൈനസ് റീകോമ്പിനേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകോമ്പിനേഷൻ ലൈഫ് ടൈം ആണ് ടോ പി. സോ ഡെൽ പി ബൈ ടോ പി, അല്ലെങ്കിൽ ഡോ പി ബൈ ടോ പി. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സസ് കാരിയേഴ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യണം. സോ ഡെൽറ്റ എക്സ് അപ്രോച്ചസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം പോയിന്റ് ആയിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെൽറ്റ എക്സ് അപ്രോച്ചസ് 0 ആവുന്ന സമയത്ത്, ഡെൽറ്റ എക്സ് അപ്രോച്ചസ് 0 ആവുമ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോ ഡോ പി ബൈ ഡോ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോ പി ബൈ ഡോ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡോ പി ഓഫ് എക്സ് കോമ ടി ബൈ
എക്സ് കോമ ടി ബൈ ഡോട്ട് ടി, രണ്ട് വേരിയബിൾ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ശരിക്കും പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പി ഈസ് ഈക്വൽ ടു പി നോട്ട് പ്ലസ് ഡെൽ പി ആണ്. ഇതാണ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ, ഇത് എക്സസ് കോൺസെൻട്രേഷൻ. ഇത് ഇക്വിലിബ്രിയം ഹോൾ കോൺസെൻട്രേഷനും ഇത് എക്സസ് ആയിട്ടുള്ള ഹോൾ കോൺസെൻട്രേഷനും. സോ അത് ചെയ്യുമ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോവും. അപ്പൊ ഈ ഒരു ടേം മാത്രം വരും. സോ എന്ത് വരും, ഡോ ബൈ ഡോട്ട് ടി ഓഫ് ഡെൽ പി എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ഡെറിവേറ്റീവിന്റെ ടേംസിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും, ശരിക്കും ഡെറിവേറ്റീവ് ടേംസ് ആകുമ്പോൾ തിരിച്ചാണ് വരേണ്ടത്. സോ മൈനസ് അതിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ -1/q ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് ജെ പി ഓഫ് എക്സ് അല്ലെങ്കിൽ ജെ പി മൈനസ് ഡെൽ പി ബൈ ടോ പി, ഇങ്ങനെയായിട്ട് ഇക്വേഷൻ വരും. അപ്പൊ ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഫോർ ഹോൾസ്. നമ്മളിപ്പോ ഹോൾസിന്റെ കേസാണ് എടുത്തത്. ഓക്കെ, ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിന്റെ കറണ്ട് ഡെൻസിറ്റി ആണ്. ഓക്കെ, സോ ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനി ഇലക്ട്രോണിന്റെ കേസിൽ എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഡെൽ പി ഒക്കെ മാറ്റിയിട്ട് എന്താക്കിയാൽ മതി, എൻ ആക്കുക. സോ ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ എൻ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ 1/q ആണ്, ഇലക്ട്രോൺ ആകുമ്പോൾ q എന്നുള്ളത് -q ആവും. സോ മൈനസ് ഇവിടെ പ്ലസ് ആയ 1/q ആവും. ഡോ ബൈ ഡോ എക്സ് ഓഫ് ജെ പിക്ക് പകരം ഇലക്ട്രോൺ ആകുമ്പോൾ ജെ എൻ ആവും, മൈനസ് ഡോ പി ആണ്, ഡോ എൻ ആവും, ബൈ ടോ പിക്ക് പകരം ടോ എൻ ആവും. അപ്പൊ ഇതാണ് ഇലക്ട്രോണിന്റെ കേസിൽ. അപ്പൊ ഇലക്ട്രോണിന്റെ കേസായാലും ഹോളിന്റെ കേസായാലും ഇക്വേഷൻ എല്ലാം സെയിം ആണ്, ജസ്റ്റ് ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതി. അപ്പൊ ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. സോ ജസ്റ്റ് ഈ ഒരു ഫിഗർ കാര്യങ്ങൾ പിന്നെ ബ്രീഫായിട്ട് എങ്ങനെ നമ്മൾ ഈ ഫോർമുലയിലേക്ക് എത്തി, ആ ഫോർമുല ജസ്റ്റ് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പൊ പാർട്ട് എ എന്നുള്ള 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പാർട്ട് ബിയിലേക്ക് പോവാം. പാർട്ട് ബിയിൽ 13, 14 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 13ൽ എയും ഉണ്ട് ബിയും ഉണ്ട്. എ ക്വസ്റ്റ്യന് 9 മാർക്ക്, ബി ക്വസ്റ്റ്യന് 5 മാർക്ക്. സോ 9 + 5 ടോട്ടൽ എത്ര മാർക്കാണ്, 14 മാർക്കാണ് വരുന്നത്. സോ 13A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഐൻസ്റ്റീൻസ് റിലേഷൻ. അത് നമുക്ക് അറിയാവുന്ന ഐൻസ്റ്റീൻസ് റിലേഷൻ, D/μ ഈസ് ഈക്വൽ ടു KT/Q അല്ലെങ്കിൽ VT. ഇതാണ് നമ്മുടെ ഐൻസ്റ്റീൻസ് റിലേഷൻ. അപ്പൊ ഇത് ഡിറൈവ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. ഒരു സെമി കണ്ടക്ടർ സിലിക്കൺ ബാർ ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഐൻസ്റ്റീൻസ് റിലേഷൻ. സോ ഐൻസ്റ്റീൻസ് റിലേഷൻ ആണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യേണ്ടത്. സോ 13A. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുത്തു. സെമി കണ്ടക്ടർ മെറ്റീരിയലിലേക്ക് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. സോ ദിസ് ഈസ് അവർ ഇലക്ട്രിക് ഫീൽഡ് E(x). ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കുകയാണ്. സോ നമുക്കറിയാം വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. സോ ഈ എനർജി ബാൻഡ് ഡയഗ്രത്തിൽ ചെറിയൊരു ഗ്രേഡിയന്റ് ഉണ്ടാവും. സോ ചെറിയൊരു സ്ലോപ്പ് പോലെ അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ EV എന്ന് പറയുന്നത്, ഇതാണ് EC, ഇതാണ് നമ്മുടെ ഇൻട്രിൻസിക് എനർജി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഇറ്റ് ഈസ് ദ ഗ്രേഡിയന്റ്, നെഗറ്റീവ് ഗ്രേഡിയന്റ് ആണ്. ഏതിന്റെ, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആണ് ശരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് E(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -dV(x)/dx ആണ്. നമുക്ക് അറിയാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് -dV(x)/dx. ഇനി വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെയും ചാർജിന്റെയും ടേംസിൽ എഴുതാൻ പറ്റും. സോ ഞാൻ ഇലക്ട്രോണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും, EI ബൈ ഇൻട്രിൻസിക് എനർജി ലെവൽ EI ഡിവൈഡ് ബൈ -Q വരും. സോ ഈ മൈനസ് കൂടെ പ്ലസ് ആയി കഴിഞ്ഞാൽ എന്ത് വരും, 1/Q പുറത്തെടുത്തു. സോ 1/Q ഇൻറ്റു D/dx ഓഫ് EI, 1/Q ഇൻറ്റു D/dx ഓഫ് EI. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇക്വേഷൻ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് E(x), ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ അടുത്ത് ഡിഫ്യൂഷൻ കറന്റ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്. ഡിഫ്യൂഷൻ കറന്റ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഡിഫ്യൂഷൻ കറന്റ് ഡെൻസിറ്റി.
സോ ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂഷനും ഡ്രിഫ്റ്റും കൂടെ സം ചെയ്താൽ മതി. ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ പ്ലസ് ഡ്രിഫ്റ്റ് ആണ്. ഓക്കെ, സോ ഈ ഫസ്റ്റ് ടേം ആണ് എന്ത് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് അതിൽ എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഈ ഒരു ടേം. ഇത് രണ്ടാമത്തെ ടേം ആണ് എന്ത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വരുന്നത് ഏതിലാണ്, രണ്ടാമത്തെ ഇക്വേഷനിലാണ്. ഓക്കെ, ഇനി ഇക്വിലിബ്രിയം ആകുമ്പോൾ നമുക്ക് അറിയാം കറണ്ട് ഡെൻസിറ്റി എന്താവും, 0 ആയിരിക്കും. ഇക്വിലിബ്രിയത്തിൽ കറണ്ട് ഡെൻസിറ്റി 0 എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും ബാലൻസ് ആയി പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ഇക്വിലിബ്രിയം വി ക്യാൻ ഇക്വേറ്റ് ദിസ് ടു 0. നമുക്കിത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇ ഓഫ് എക്സിനുള്ള ഒരു എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്, ഇക്വേഷൻ 1. ഇനി ഇ ഓഫ് എക്സിന് ഒരു എക്സ്പ്രഷൻ കൂടെ കണ്ടുപിടിച്ച് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ഇ ഓഫ് എക്സ്, ഇതിന്ന് നമുക്ക് ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇക്വേറ്റ് ടു 0 അറ്റ് ഇക്വിലിബ്രിയം. അപ്പൊ എന്ത് വരും, ഇതിന്ന് ഇ ഓഫ് എക്സ് കിട്ടും. സോ ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ മ്യൂ പി ഇൻറ്റു 1 ബൈ പി ഓഫ് എക്സ് ഇൻറ്റു ഡി പി ഓഫ് എക്സ് ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചെയ്ത് തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യണം. ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതിനൊന്ന് റീപ്ലേസ് ചെയ്യണം, വേറൊരു ടേം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താണ്, പി വരുന്ന ടേം ആണ്. സോ വി ഹാവ് ദ എക്സ്പ്രഷൻ ഫോർ പി നോട്ട്. പി നോട്ടിനുള്ള എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ആൾറെഡി പഠിച്ച എക്സ്പ്രഷൻ ആണ് ni ഇൻറ്റു ഇ റേസ് ടു ഇ ഐ മൈനസ് ഇ എഫ് ബൈ കെ ടി. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്രഷന് നമ്മൾ ആദ്യം ഇതിന്റെ എക്സ്പോണൻഷ്യൽ കളയുക, അതിനുശേഷം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു 1 ബൈ പി ഓഫ് എക്സ് ഇൻറ്റു ഡി പി ഓഫ് എക്സ് ബൈ ഡി എക്സ് എന്നുള്ളതിന് പകരം നമുക്ക് ഈ ഒരു ടേം കിട്ടും, 1 ബൈ കെ ടി ഇൻറ്റു വിത്തിൻ ബ്രാക്കറ്റ് ഡി ഇ ഐ ബൈ ഡി എക്സ് മൈനസ് ഡി ഇ എഫ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ നമ്മൾ ഡി ബൈ മ്യൂ അതുപോലെ ഡി പി ബൈ മ്യൂ പി അതുപോലെ നിർത്തി. സോ ഇതാണ് ഡി പി ബൈ മ്യൂ പി അതുപോലെ നിർത്തി. ഈ ഒരു ടേമിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇതിൽ നിന്നാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്. ഇനി ഫെർമി ലെവൽ നമ്മുടെ ഡിസ്റ്റൻസിനനുസരിച്ച് മാറുന്നുണ്ടാവും. സ്പേസ് എക്സ് ആക്സിൽ സ്പേസ് ആണ്, മീൻസ് എക്സ് ആണ്. എക്സിനനുസരിച്ച് ഇ എഫിൽ വ്യത്യാസം ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0 ആണ് വരുന്നത്. അപ്പൊ പിന്നെ എന്ത് മാത്രമേ വരൂ, ഡി പി ബൈ മ്യൂ പി. സോ ദിസ് വിൽ ബിക്കം ഡി പി ബൈ മ്യൂ പി. സോ ദിസ് വിൽ ബിക്കം ഡി പി ബൈ മ്യൂ പി 1 ബൈ കെ ടി ഇൻറ്റു 1 ബൈ കെ ടി ഇൻറ്റു 1 ബൈ കെ ടി ഡി ഇ ഐ ബൈ ഡി എക്സ് വരും, ഡി ഇ ഐ ബൈ ഡി എക്സ്. ഇനി ഡി ഇ ഐ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്ന് എന്ത് കിട്ടും, ഡി ഇ ഐ ബൈ ഡി എക്സ് ഇക്വേഷൻ 1 നിന്ന് എന്ത് കിട്ടും, ക്യൂ ഇൻറ്റു ഇ ഓഫ് എക്സ് വരില്ലേ. ഡി ഇ ഐ ബൈ ഡി എക്സ് ഈസ് ക്യൂ ഇൻറ്റു ഇ ഓഫ് എക്സ്, ക്യൂ ഇൻറ്റു ഇ ഓഫ് എക്സ് വരും. അപ്പൊ എന്ത് വരും, ഇൻറ്റു ക്യൂ ഇൻറ്റു ഇ ഓഫ് എക്സ്. ഓക്കെ, ക്യൂ ഇൻറ്റു ഇ ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് ആണ്. ഇത് രണ്ടും കട്ടായി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ദിസ് വിൽ ബിക്കം 1. സോ ഡി പി ബൈ മ്യൂ പി ഇൻറ്റു 1 ബൈ കെ ടി, സോറി ഇവിടെ ഒരു ക്യൂ കൂടെ ഉണ്ട്, ഇൻറ്റു ക്യൂ ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഡി പി ബൈ മ്യൂ പി എന്ത് വരും, സോ ഡി പി ബൈ മ്യൂ പി വിൽ ബിക്കം കെ ടി ബൈ ക്യൂ അല്ലെ. ഡി പി ബൈ മ്യൂ പി വിൽ ബിക്കം കെ ടി ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ ഡി ബൈ മ്യൂ ഈസ് ഈക്വൽ ടു കെ ടി ബൈ ക്യൂ എന്ന് വരും. പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോളിന്റെ കേസ് സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞു. ഇനി ഇലക്ട്രോണിന്റെ കേസിലാകുമ്പോൾ ഡി എൻ ബൈ മ്യൂ എൻ എന്ന് പറയും, ഡി എൻ ബൈ മ്യൂ എൻ. ഇതിപ്പോൾ ഡി പി ബൈ മ്യൂ പി ആണ്. സോ എനിവേ ഡി ബൈ മ്യൂ ഇസ് ഈക്വൽ ടു കെ ടി ബൈ ക്യൂ. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ആണ് ഡി. മ്യൂ എന്ന് പറഞ്ഞാൽ മൊബിലിറ്റി ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ടി ബൈ ക്യൂ. ആൻഡ് ദിസ് റിലേഷൻ ഈസ് നോൺ ആസ് ഐൻസ്റ്റീൻസ് റിലേഷൻ. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഐൻസ്റ്റീൻസ് റിലേഷൻ. സോ ഇതാണ് അതിന്റെ ഡെറിവേഷൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഐൻസ്റ്റീൻസ് റിലേഷൻ എന്നാണ്. സോ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത്. 9 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യന് വരുന്നത്, ടോട്ടൽ 9 മാർക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ എൻ ടൈപ്പ് സിലിക്കൺ ബാർ, അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 0.1 സെന്റിമീറ്റർ ആണ് അതിന്റെ
ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ 100 മൈക്രോമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ആസ് എ മെജോറിറ്റി കരിയർ കോൺസെൻട്രേഷൻ, എൻ ടൈപ്പ് ആണ്. മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 5 × 10⁻15. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ 5 × 10⁻15 തന്നിട്ടുണ്ട്. മൊബിലിറ്റി ഇലക്ട്രോണിന്റെ തന്നിട്ടുണ്ട് 1300 ആണ് സെന്റിമീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ബാർ? വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ബാർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ റെസിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ എൽ ബൈ എ ആണ്. നമുക്കറിയാം റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് റോ കണ്ടുപിടിക്കണം. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് കണ്ടക്ടിവിറ്റി, ദിസ് ഈസ് റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റി റോ ഇസ് ഈക്വൽ ടു 1 കണ്ടക്ടിവിറ്റി ആണ്. ദാറ്റ് ഈസ് 1 സിഗ്മ ആണ്. 1 സിഗ്മ ആണ് ശരിക്ക് റെസിസ്റ്റിവിറ്റി വരുന്നത്. 1 കണ്ടക്ടിവിറ്റി ദാറ്റ് ഈസ് 1 സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കണ്ടക്ടറിന്റെ കേസിൽ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? N naught Q ഇൻറ്റു മ്യൂ എൻ ആണ്. എൻ ടൈപ്പിന്റെ കേസിൽ N naught ഇൻറ്റു Q ഇൻറ്റു മ്യൂ എൻ ആണ്. ഓക്കെ, ഇതാണ് സിഗ്മ. അപ്പോ റോ എന്ത് വരും? റോ ഇസ് ഈക്വൽ ടു 1 സിഗ്മ. 1 സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 N naught ഇൻറ്റു Q ഇൻറ്റു മ്യൂ എൻ. ഓക്കെ, ഇനി N naught ക്വസ്റ്റിൽ തന്ന ഡാറ്റയാണ്. N naughtന്റെ വാല്യൂ 5 × 10⁻15. 5 × 10⁻15. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 × 10⁻19. 10⁻19. മ്യൂ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബിലിറ്റി ആണ്. മ്യൂ എൻ അത് എത്ര തന്നിരിക്കുന്നത്? 1300 തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഡാറ്റ ഒക്കെ തന്നിട്ടുണ്ട്. N naught തന്നിട്ടുണ്ട്, Q ഉണ്ട്, മ്യൂ എൻ തന്നിട്ടുണ്ട്. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് റോ. നിങ്ങൾക്ക് റോ കിട്ടും. റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. അതിൽ എൽ തന്നിട്ടുണ്ട്. എല്ലിന്റെ വാല്യൂ എത്രയാണ്? റോ എൽ ബൈ എ. എൽ എന്ന് പറഞ്ഞാൽ 0.1 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എ തന്നിട്ടുണ്ട് എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ 100 മൈക്രോമീറ്റർ സ്ക്വയർ. അപ്പൊ ഇതില് എല്ലും എയും തന്നിട്ടുണ്ട്. ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റോ കിട്ടും. ആ റോ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 3 ടേമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ആർ, റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തന്ന ഡാറ്റാസ് വെച്ചിട്ട് ഓരോരോ പാരാമീറ്റർ ആയിട്ട് കണ്ടുപിടിക്കുക. റോ കണ്ടുപിടിക്കുക. റോ കണ്ടുപിടിക്കാൻ 1 സിഗ്മ ദാറ്റ് ഈസ് 1 N naught Q മ്യൂ എൻ. N naught ഉം Q ഉം മ്യൂ എന്നും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ല് ക്വസ്റ്റ്യനിൽ 0.1 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദെൻ എ തന്നിട്ടുണ്ട്. എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് ആർ. നിങ്ങൾക്ക് എന്ത് കിട്ടും? ആറിന്റെ വാല്യൂ കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ബാർ എന്നാണ് ക്വസ്റ്റ്യൻ. റെസിസ്റ്റൻസ് ഓഫ് ദി ബാർ ആണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സ്റ്റെപ്സ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ എല്ല് ഇതാണ്. എല്ല് ഇതാണ് ഏരിയ. ദെൻ മെജോറിറ്റി കരിയർ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് N naught തന്നിട്ടുണ്ട്. 5 × 10⁻5. മൊബിലിറ്റി ഇലക്ട്രോണിന്റെ 1300 തന്നിട്ടുണ്ട്. ഓക്കെ, Q നമുക്കറിയാം. ചാർജ് 1.6 × 10⁻19 ആണ് എടുക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പാർട്ട് ബിയിലെ എസ്എ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 9 + 5 14 മാർക്സിനുള്ള 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഓവറായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ. സോ അതിലും എ പാർട്ടും ഉണ്ട്, ബി പാർട്ടും ഉണ്ട്. 7 + 7 14 മാർക്ക്, അങ്ങനെയാണ് സ്പ്ലിറ്റ് അപ്പ് വരുന്നത്. സോ എക്സ്പ്ലെയിൻ ഹാൾ എഫക്റ്റ്. ഹാൾ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കരിയർ കോൺസെൻട്രേഷൻ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കരിയർ കോൺസെൻട്രേഷൻ ആൻഡ് മൊബിലിറ്റി
in terms of Hall voltage. In terms of Hall voltage. Okay, അതാണ് A question. B question, derive the expression for diffusion current density in a semiconductor. Derive the expression for diffusion current density in a semiconductor. So നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. 14A. സോ 14ാമത്തെ A ക്വസ്റ്റ്യൻ നോക്കാം. ഹാൾ എഫക്റ്റ് ഡിഫൈൻ ചെയ്യാനും അതിന്ന് കരിയർ കോൺസെൻട്രേഷൻ മൊബിലിറ്റി അതിന്റെ ഫോർമുലാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഡിറൈവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം ഹാൾ എഫക്റ്റിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ എഴുതുക. ഓക്കെ, സോ ഹാൾ എഫക്റ്റ് എന്താന്നുള്ളത് ആദ്യം നോക്കുക. സോ നമുക്കൊരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ സെമി കണ്ടക്ടർ ബാർ ഉണ്ട്, അതിലൂടെ ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കറന്റ് ഇവിടെ കാണാം. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. സോ ഇതിലേക്ക് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, സോ ഒരു കറന്റ് ക്യാരിയിങ് സെമി കണ്ടക്ടർ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു കറന്റ് ക്യാരിയിങ് സെമി കണ്ടക്ടറിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ്. സോ ദിസ് ഈസ് എ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ട് ഈ കറന്റിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാം പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു പ്ലസ് മൈനസ് എന്നുള്ള പൊളാരിറ്റി ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് കാണാം. സോ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. ഈ എഫക്റ്റിനെ പറയുന്ന പേരാണ് ഹാൾ എഫക്റ്റ്. ഓക്കെ, സോ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. വെൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്. എന്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത്? കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദാറ്റ് ഓഫ് ദി ഫ്ലോ ഓഫ് കറന്റ്. കറന്റ് ഫ്ലോന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദാറ്റ് ഈസ് ദിസ് പ്ലസ് മൈനസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് or transverse electric field is created across a conductor. This phenomenon is known as ഹാൾ എഫക്റ്റ്. ഈ ഫിനോമിനൻ ആണ് എന്ത്? ഹാൾ എഫക്റ്റ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒരു ഫിഗർ കാര്യങ്ങൾ വരയ്ക്കുക, അതിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് മാർക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാർക്ക് ചെയ്യുക, അതിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാർക്ക് ചെയ്യുക. സോ ഡെഫിനേഷൻ എഴുതുക. ഇതാണ് ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതിൽ നമ്മൾ എഴുതേണ്ട കാര്യം, അതായത് ഹാൾ എഫക്റ്റ് എന്താന്നുള്ളത്. ഇനി രണ്ടാമത് ഇതിന്റെ ഡെറിവേഷൻ സൈഡിലേക്കാണ് പോവേണ്ടത്. സോ ഇതിലൂടെ കറന്റ് ഫ്ലോ ഉണ്ട് നമുക്കറിയാം. സോ കറന്റ് ഫ്ലോ ഈസ് ബേസിക്കലി ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ചാർജ് കരിയർ. ചാർജ് കരിയറിന്റെ മൂവ്മെന്റ് ആണ്. ഇപ്പോൾ ചാർജ് കരിയർ മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. സോ ചാർജ് കരിയറിന്റെ മൂവ്മെന്റ് രണ്ട് രീതിയിൽ, അതായത് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും മൂവ് ചെയ്യുന്നതുകൊണ്ട് ചാർജ് കരിയറിൽ രണ്ട് ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടും ഒരു ഫോഴ്സ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഒരു ഫോഴ്സ് ഉണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സ് ആണ് എന്ത്? Q ഇൻറ്റു EY. ഞാൻ ആ ഡയറക്ഷൻ എടുത്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് Y ഡയറക്ഷനിലാന്നുള്ള രീതിയിലാണ്. സോ Q ഇൻറ്റു EY. അതും ഇനി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളെ കറന്റ് ഫ്ലോ ചെയ്യുന്ന എന്താണ്? കറന്റ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ X ആണ്. കറന്റ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ X ആണ്. സോ ചാർജ് കരിയർ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി, അല്ലെങ്കിൽ ഈ ചാർജ് കരിയറിന്റെ വെലോസിറ്റി ഏത് ഡയറക്ഷനിലായിരിക്കും? X ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സോ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് അതിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലോറൻസ് ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ. QVB ആണ് ശരിക്ക്. QVB സൈൻ തീറ്റ ആണ്. സോ ആംഗിൾ 90 ആയതുകൊണ്ട് സൈൻ 91. സോ Q ഇൻറ്റു VB. V എന്ന് പറഞ്ഞാൽ VX ആണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് Z ഡയറക്ഷനിലാണ്. സോ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ, അണ്ടർ ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ ഇത് രണ്ടും എന്താണ്? ബാലൻസ് ചെയ്യും. ദ ഫോഴ്സ് ഓൺ ദി ചാർജ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ഇൻറ്റു EY ഈസ് ഈക്വൽ ടു QVX BZ. അപ്പൊ ഈ ഒരു രണ്ട് ഫോഴ്സും ഈക്വൽ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുള്ള ലോറൻസ് ഫോഴ്സും തമ്മിൽ ബാലൻസ് ചെയ്യും. അപ്പൊ ഇതിൽ രണ്ടിലും Q കോമൺ ആണ്, കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ എന്ത് വരും? EY is equal to VX into BZ എന്ന് വരും. EY ഇലക്ട്രിക് ഫീൽഡ് is equal to VX ഡ്രിഫ്റ്റ് വെലോസിറ്റി into BZ. ഓക്കെ, അങ്ങനെ വന്നല്ലോ. ഇനി നമുക്കറിയാം ഡ്രിഫ്റ്റിന്റെ കേസിൽ നമ്മൾ കറണ്ട് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട്
അല്ലെങ്കിൽ ചാർജ് കാരിയർ മൂവ് ചെയ്യുന്ന എക്സ് ഡയറക്ഷനിലാണ്. സോ കറന്റ് ഡെൻസിറ്റി ജെ എക്സ് ഇസ് ഈക്വൽ ടു, നമ്മളിവിടെ ഹോളിന്റെ കേസാണ് എടുക്കുന്നത്. സോ ഹോളിന്റെ കേസിലാണെങ്കിൽ പി ഇൻറ്റു ക്യൂ ഇൻറ്റു വി എക്സ് ആണ്. പി ഇൻറ്റു ക്യൂ ഇൻറ്റു വി എക്സ് നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. പി ഇൻറ്റു ക്യൂ ഇൻറ്റു വി എക്സ്. അപ്പൊ ഇതിന്ന് നമുക്ക് വി എക്സിന് എന്ത് ഒരു എക്സ്പ്രഷൻ കിട്ടും? ഫ്രം ദിസ് വിൽ ഗെറ്റ് വി എക്സ്. വി എക്സിന് എന്ത് കിട്ടും? ജെ എക്സ് ബൈ പി ക്യൂ എന്ന് കിട്ടും. ജെ എക്സ് ബൈ പി ക്യൂ എന്ന് കിട്ടും. ഓക്കെ, ജെ എക്സ് ബൈ പി ക്യൂ. ഓക്കെ, ഇനി ഈ ഒരു എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി എക്സിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇ വൈ എന്ത് വരും? ഇ വൈ ഇസ് ഈക്വൽ ടു വി എക്സിന്റെ അവിടെ ജെ എക്സ് ബൈ പി ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ജെ എക്സ് ബൈ പി ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇൻറ്റു ബി സെറ്റ്. സോ ഈ ബി സെറ്റ് ഇവിടെ ഡിനോമിനേറ്ററിലല്ല, ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. സോ ബി സെറ്റ് വരേണ്ടത് എവിടെയാണ്? നമ്മുടെ ന്യൂമറേറ്ററിലാണ് ബി സെറ്റ് വരേണ്ടത്. ന്യൂമറേറ്ററിലാണ് ബി സെറ്റ് വരേണ്ടത്. അപ്പൊ എന്ത് വരും? ഇ വൈ ഇസ് ഈക്വൽ ടു ജെ എക്സ് ബൈ പി ക്യൂ ഇൻറ്റു ബി സെറ്റ്. ഓക്കെ, ഇതില് 1/pq is called Hall coefficient RH. Hall coefficient ആണ് RH. അപ്പൊ എങ്ങനെ വരും? jx ഇൻറ്റു RH ഇൻറ്റു ബി സെറ്റ് എന്ന് വരും. jx ഇൻറ്റു RH ഇൻറ്റു ബി സെറ്റ് ആണ് ഈ വൈയുടെ എക്സ്പ്രഷൻ. ഇതിൽ RH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/pq ആണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ കോൺസെൻട്രേഷൻ, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചാർജ് ആണ് വരുന്നത്. 1.6 × 10⁻⁹. അപ്പൊ നമ്മളോട് ഒരു ഇക്വേഷൻ ചോദിച്ചിരിക്കുന്നത് ഏതിന്റെയാണ്? കോൺസെൻട്രേഷനാണ്. സോ RH is equal to 1/pq ആണല്ലോ. RH is equal to 1/pq. RH-നെയാണ് ഹാൾ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിന്ന് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. എന്ത് വരും? P is equal to 1/RH ഇൻറ്റു 1/RH ഇൻറ്റു ക്യൂ. 1/RH ഇൻറ്റു ക്യൂ. ഓക്കെ, കോൺസെൻട്രേഷന്റെ ടേം ആയി 1/RH ഇൻറ്റു ക്യൂ. ഇനി നമുക്ക് രണ്ടാമത് കണ്ടുപിടിക്കേണ്ട ടേം ഏതാണ്? മൊബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത് കണ്ടുപിടിക്കേണ്ട ടേം മൊബിലിറ്റി ആണ്. സോ നമ്മുടെ അടുത്തുള്ള റിലേഷൻ, കണ്ടക്ടിവിറ്റിയുടെ റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ പി ക്യൂ മ്യൂ പി ആണ്. പി ക്യൂ മ്യൂ പി ആണ് വരുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്നത് മൊബിലിറ്റി മ്യൂ പി ആണ്. സോ വാട്ട് ഈസ് മ്യൂ പി? ഇത് നമുക്ക് മ്യൂ പി എന്ത് കിട്ടും? മ്യൂ പി ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ പി ക്യൂ എന്ന് വരും. സിഗ്മ ബൈ പി ക്യൂ. ആൻഡ് വാട്ട് ഈസ് 1/pq? 1/pq എന്താണ്? RH ആണ്. സോ ദിസ് വിൽ ബിക്കം സിഗ്മ ഇൻറ്റു RH. സിഗ്മ ഇൻറ്റു RH ആണ് എന്ത് വരിക? മ്യൂ പി വരിക. ആൻഡ് വി നോ ദാറ്റ് സിഗ്മ ഇസ് കണ്ടക്ടിവിറ്റി. സോ കണ്ടക്ടിവിറ്റിനെ നമുക്ക് എന്ത് എഴുതാം? 1/റെസിസ്റ്റിവിറ്റി എന്ന് എഴുതാം. സോ ആണെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? RH ഡിവൈഡഡ് ബൈ റെസിസ്റ്റിവിറ്റി, റോ എന്നുള്ള രീതിയിലും മ്യൂപ്പിയുടെ എക്സ്പ്രഷൻ എഴുതാം. സിഗ്മ ഇൻറ്റു RH അല്ലെങ്കിൽ RH ഡിവൈഡ് ബൈ റോ എന്നുള്ള രീതിയിലും എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതായത് 14 ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് ഡിറൈവ് ദ എക്സ്പ്രഷൻ, അതായത് ഡിഫ്യൂഷൻ കറന്റ് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫ്യൂഷൻ കറന്റ് ഡെൻസിറ്റി. സോ ഡിഫ്യൂഷന്റെ കേസാണ് നമുക്ക് നോക്കേണ്ടത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചിട്ടുള്ള മൂവ്മെന്റ് ആണ് ഡിഫ്യൂഷൻ. സോ അങ്ങനെ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ അവിടെ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ നമ്മളൊരു സെമി കണ്ടക്ടറിന്റെ കേസിലുള്ള കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന്റെ ഒരു കേസ് എടുക്കുകയാണ്. സോ എക്സ് ആക്സിൽ ഡിസ്റ്റൻസും y ആക്സിൽ കോൺസെൻട്രേഷൻ n ഓഫ് എക്സ്, എക്സിനനുസരിച്ച് കോൺസെൻട്രേഷനിൽ വരുന്ന വ്യത്യാസം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആ ഒരു ഗ്രേഡിയന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലൊരു 2 സ്ട്രിപ്പ് എടുക്കുകയാണ്. അപ്പോൾ സ്ട്രിപ്പിന്റെ നെയിം 1, 2 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതിലൊരു സ്ട്രിപ്പിന്റെ ലെങ്ത് L ബാർ ആണ്. സ്ട്രിപ്പിന്റെ ലെങ്ത് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് L ബാർ എന്ന് പറയുന്ന ഒരു ലെങ്ത് ആണ് സ്ട്രിപ്പിന്റെ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ 2 സ്ട്രിപ്പ് ഇതിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിൽ സെൻട്രൽ പോയിന്റ് x0 ആണ്. ഈ ഒരു പോയിന്റ് x0 പ്ലസ് L ബാർ. അപ്പൊ ഈ ഒരു പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് എന്തായിരിക്കും? x0 മൈനസ് L ബാർ ആയിരിക്കും വരിക. ഈ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഈ ഒരു ഷേപ്പ്, ഒരു n ഓഫ് എക്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്, ഇതുപോലെ ആയിരിക്കും വരിക. 1ലെ കോൺസെൻട്രേഷൻ n1 ഉം 2ലെ കോൺസെൻട്രേഷൻ ആണ് എന്താണ്? n2 ആണ് വരുന്നത്. ഓക്കെ, സോ
ഈ എക്സ് നോട്ട് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് കാരിയർ എക്സ് നോട്ടിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് രണ്ട് ഡയറക്ഷനിലും മൂവ്മെന്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈക്വൽ ചാൻസസ് ഓഫ് മൂവിങ് ലെഫ്റ്റ് ഓർ റൈറ്റ് എന്നാണ് പറഞ്ഞത് ഇൻ എ മീൻ ഫ്രീ ടൈം ടി ബാർ. അതായത് ചാർജ് കാരിയർ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചിട്ട് ബോത്ത് ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ഈ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റില് അതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ, അതായത് നെറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസിങ് എക്സ് നോട്ട് കണ്ടുപിടിക്കണം. ഒരു ചെറിയൊരു മീൻ ഫ്രീ ടൈമിൽ പാസ് ചെയ്യുന്ന നെറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഹാഫ് എടുക്കുകയാണ്. സോ ഹാഫ് ഇൻറ്റു N1 ഇൻറ്റു എൽ ബാർ അല്ലെങ്കിൽ എൽ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, മൈനസ് ഇത് എവിടുന്നാണ്, ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ എന്നാണ്. ഈ സെക്കൻഡ് സെക്ഷൻ മൂവ് ചെയ്യാനുള്ള ചാൻസ് എന്താണ്, ഹാഫ് ഇൻറ്റു N2 ഇൻറ്റു എൽ ഇൻറ്റു എ. സോ ദ നെറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസിംഗ് എക്സ് നോട്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് in one mean free time is half into N1 into L into A minus, this is due to the first one, and the second term എന്ന് പറയുന്നത് is due to this one, second bar, രണ്ടാമത്തെ നമ്മുടെ സ്ട്രിപ്പ് കൊണ്ടുണ്ടാവുന്നതാണ്. അവിടെ ഏരിയ എ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഫൈ എൻ ഓഫ് എക്സ് നോട്ട്, എല്ലാം നമ്മൾ ആ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് കറസ്പോണ്ട് ചെയ്തിട്ടാണ് പറയുന്നത്. സോ ഫൈ എൻ ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് എന്ത് ചെയ്താൽ മതി, ഇതിനെ വിത്ത് റെസ്പെക്ട് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ശരിക്കും. ഓക്കെ, പെർ യൂണിറ്റ് ഏരിയയും കൂടെ ചെയ്യാണ് ഞാൻ, ആ ഏരിയയും കൂടെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷനെ ടൈം കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു, ഏരിയ പെർ യൂണിറ്റ് ഏരിയ ആയതുകൊണ്ട് ഏരിയയുടെ ടേം പോകുന്നു. സോ എന്ത് വരും, എൽ ബാർ രണ്ടിലും കോമൺ ആണ്, ഡിവൈഡ് ബൈ 2ഉം രണ്ടിലും കോമൺ ആണ്. സോ എൽ ബാർ ബൈ 2 ടി ബാർ റേറ്റ് ആണ്, അതുകൊണ്ട് ടൈം കൊണ്ട് മീൻ ഫ്രീ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ എൽ ബാർ ബൈ 2 ടി ബാർ ഇൻറ്റു N1 മൈനസ് N2, ഇതാണ് എന്താണ് റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഫ്ലോ വരുന്നത്. അപ്പൊ ഞാൻ ഇതിനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് N1 മൈനസ് N2നെ ഞാനൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യണം. N1 മൈനസ് N2 ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് N ഓഫ് എക്സ് മൈനസ് N ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു എൽ ബാർ എന്നുള്ള രീതിയിൽ എഴുതുകയാണ്. സോ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എന്താ വരിക, എൽ ബാർ ആണ് വരിക. അത് വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ഈസ് എൽ ബാർ കൊടുത്തു കഴിഞ്ഞാൽ ഈ എൽ ബാറും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 പോയിന്റ്സ് തന്നെ കിട്ടും. ഓക്കെ, സോ ആ രീതിയിൽ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡെൽറ്റ എക്സ് ടെൻസ് ടു എന്താണ് 0 എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് വരും, ഫൈ എൻ ഓഫ് എക്സ് ഇതെന്തായിട്ട് വരും, ഫൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ബാർ ബൈ 2t. ഇനി N1 മൈനസ് N2ന്റെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇതിലൊരു ഇൻറ്റു എൽ ബാർ വരുന്നുണ്ട്. സോ എൽ ബാർ ബൈ 2t ഇൻറ്റു ഒരു എൽ ബാറും കൂടെ വരുമ്പോൾ എൽ ബാർ സ്ക്വയർ ബൈ 2t പുറത്ത് വരും. സോ എൽ ബാർ സ്ക്വയർ ബൈ 2t ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഈ ഒരു ടേം N1 മൈനസ് N2 എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, N ഓഫ് എക്സ് മൈനസ് N ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു എൽ ബാർ ഉണ്ടായിരുന്നു, എൽ ബാർ പുറത്തെടുത്തപ്പോൾ എൽ ബാർ സ്ക്വയർ ആയിട്ട് മാറി. ഓക്കെ, സോ ഈ ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്. ഈ ഒരു ടേമിനെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുക, ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്. ഇതാണ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. N ഓഫ് എക്സ് മൈനസ് N ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ്, ഇത് നമുക്ക് ഡിഫറൻഷ്യൽ ആയിട്ട് എഴുതാം. സോ അത് എഴുതുമ്പോൾ മൈനസ് ഡി എൻ ഓഫ് എക്സ് ബൈ ഡി എക്സ് എന്ന് വരും, ദാറ്റ് ഈസ് ഫൈ എൻ ഓഫ് എക്സ്. ഇനി ഫൈ എൻ ഓഫ് എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ കറന്റ് ഡെൻസിറ്റി ആണ് കിട്ടേണ്ടത്. സോ അതൊരു ഏരിയയിലൂടെ പാസ് ചെയ്യുന്നതാണ്.
ഇസ് ദ ഫ്ലക്സ് ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ദി ചാർജ്. ഫ്ലക്സ് ഡെൻസിറ്റിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇലക്ട്രോണിന്റെ കേസിൽ ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി ഇൻ കേസ് ഓഫ് ഇലക്ട്രോൺ Jn ഓഫ് ഡിഫ്യൂഷൻ ഇസ് ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷനെ ഇതിനെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഇലക്ട്രോൺ ആകുമ്പോൾ dn, ഹോൾ ആകുമ്പോൾ dp. സോ മൈനസ് dn ഓഫ് ബൈ dx എന്നാണ്. ഇനി മൈനസ് ഡി എന്ന് പറഞ്ഞാൽ dn ഇലക്ട്രോണിന്റെ കേസിൽ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇലക്ട്രോൺ ആയതുകൊണ്ട് മൈനസ് ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ മൈനസ് മൈനസ് പ്ലസ് ആയി. സോ പ്ലസ് ക്യൂ dn ഓഫ് എക്സ് ബൈ dx എന്ന് വരും. അതാണ് ഇലക്ട്രോണിന്റെ കേസിലുള്ള ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി. ഇനി ഹോളിന്റെ കേസിലാണെങ്കിലോ ഈ മൈനസ് സൈൻ അവിടെ ഉണ്ട്, ചാർജിന്റെ അവിടെ പ്ലസ് ക്യൂ ആണ്, ഹോള് പോസിറ്റീവ് ചാർജ് ആണ്, പ്ലസ് ക്യൂ dn അല്ല dp ആണ്. സോ dp ഓഫ് എക്സ് ബൈ dx. സോ മൈനസ് ക്യൂ dp ഓഫ് എക്സ് ബൈ dx. മൈനസ് ക്യൂ dp ഓഫ് എക്സ് ബൈ dx ചെയ്ത് കഴിഞ്ഞാൽ jp ഓഫ് ഡിഫ്യൂഷൻ കിട്ടും. അതായത് ഹോൾ കറന്റ് ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി, ഹോൾ ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി കിട്ടും. ഇത് ഇലക്ട്രോൺ ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി. ഈ രണ്ട് ടേമും ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ ഈ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. അതൊന്ന് എന്തുണ്ട്? റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഫ്ലോ φn ഓഫ് എക്സ് നോട്ട് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം φn ഓഫ് എക്സ് ലിമിറ്റ് ഒക്കെ കൊടുത്തിട്ട് φn ഓഫ് എക്സ് ദെൻ ഈ ഫ്ലക്സിനെ നമ്മുടെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് കറണ്ട് ഡെൻസിറ്റി കിട്ടും. ഈ രണ്ട് ഇക്വേഷനാണ് നിങ്ങൾ ഡിറൈവ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ 14ാമത്തെ ക്വസ്റ്റ്യനിലെ ബി സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മൊഡ്യൂൾ 2 എന്നുള്ളത്. സോ മൊഡ്യൂൾ 2 എന്നുള്ള പാർട്ട് എ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അടുത്ത ഒരു വീഡിയോയിൽ മൊഡ്യൂൾ 3യുടെ സൊല്യൂഷനായിട്ട് കാണാം. അതുവരെ താങ്ക് യു.